ഹൈദരാബാദിലെത്തി ഞങ്ങൾ പെട്ടോ. ടോട്ടൽ 2 സ്കാമുകളാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞാൻ വഴിയെ പറയാം. ഇതുവരെ എത്തിയ കഥകളൊക്കെ കാണാനായിട്ട് നമ്മളുടെ ആൾ ഇന്ത്യ ട്രിപ്പിന്റെ ആദ്യത്തെ 3 എപ്പിസോഡുകൾ കണ്ടാൽ മതി. ഇനി ഹൈദരാബാദി ബിരിയാണിയും കഴിച്ച് ചാർമിനാറും കണ്ട് യാത്ര തുടരാം. രാത്രിയാകുമ്പോഴത്തേക്കും നിസാമാബാദ് എത്താനാണ് പ്ലാൻ. ഷാദാബ് ഹോട്ടലിലേക്ക് കയറാനായിട്ട് അതിന്റെ 7 അയലത്ത് നമുക്ക് പാർക്കിംഗ് കിട്ടാനില്ല. അങ്ങനെ ഈ ഒരു ഭാഗ്യലക്ഷ്മി പെയ്ഡ് പാർക്കിംഗ് തപ്പി കണ്ടുപിടിച്ചു. ഇവിടെ മണിക്കൂറിന് 100 രൂപയാണ് ചാർജ്. ഹോട്ടലിലേക്ക് ഇവിടുന്ന് നടക്കാനുള്ള ദൂരം ഉള്ളെങ്കിലും വെള്ളക്കെട്ടായതുകൊണ്ട് നമ്മൾ ഒരു ഓട്ടോ എടുത്തു. ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഗൂഗിൾ പേ ആക്സെപ്റ്റഡ് അല്ല, ലിക്വിഡ് മണി വേണം എന്നുള്ളത്. പേഴ്സും പൈസയൊക്കെ കാറിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പിൽ ചെന്നിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ പൈസ തരുമെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, അയ്യോ അത് പറ്റില്ലല്ലോ, നേരെ ഓപ്പോസിറ്റ് കാണുന്നുണ്ടോ ആ ഒരു മൊബൈൽ ഷോപ്പ്, അവിടെ ചെന്ന് ചോദിച്ചോ എന്ന് പറഞ്ഞു. തെലുഗു നമുക്ക് അറിയില്ലെങ്കിലും ആംഗ്യ ഭാഷയും എക്സ്പ്രഷൻസും കൊണ്ട് നമ്മൾ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ മൊബൈൽ ഷോപ്പിലേക്ക് ക്രോസ് ചെയ്ത് ചോദിച്ചു. അവര് പറഞ്ഞു 1000 രൂപയ്ക്ക് 100 രൂപ ചാർജ്. എങ്ങനെ ഇരിക്കണം, ഏതായാലും ആവശ്യം നമ്മളുടേതല്ലേ. തിരിച്ചു പോയി പേഴ്സ് എടുത്ത് വരുന്നത് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അപ്പൊ 2000 രൂപയ്ക്ക് 200 രൂപ എക്സ്ട്രാ പേയ്മെന്റ് ചെയ്ത് ഞങ്ങൾ പൈസ വാങ്ങിച്ചു. ഷാദാബ് ഹോട്ടലിൽ കയറി നല്ല അടിപൊളി ഹൈദരാബാദി ബിരിയാണിയും പത്രക്കാഘോഷവും കഴിച്ചു. 1200 രൂപയാണ് ബില്ല് വന്നത്. പിന്നെ തിക്കിലും തിരക്കിലും ചാർമിനാർ കാണാൻ പോയി. 600 രൂപ പറഞ്ഞ ഈ ഒരു പോട്ട്ലി ഞാൻ 300 രൂപയ്ക്ക് ഒപ്പിച്ചെടുത്തു. മീഷോയിൽ ഇതിന് 150 മുതൽ 350 വരെയാണ് വില. അപ്പൊ ഇതിന്റെ ഇടയിൽ എവിടെ കിട്ടിയാലും ലാഭം. ഈ ട്രിപ്പ് പ്ലാൻ പോലെയൊക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അവസാനം ഞങ്ങൾ താജ്മഹൽ കാണും. ഇത് അന്നത്തെ ഔട്ട്ഫിറ്റിലേക്കുള്ളതാണ്. കുറച്ച് റെഡ് കുപ്പിവളെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ചാർമിനാറിന്റെ അടുത്തേക്ക് പോയി. അവിടുന്ന് അടുത്ത സ്കാം, അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.